guys, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ചിങ്ങം 1 ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു രാവിലെ അമ്പലത്തിൽ പോവാന്ന്. അടുത്തുള്ള അമ്പലമാണ്, വീടിന്റെ അടുത്ത് തന്നെയാണ്. അത് ഞാൻ ഷൂട്ടൊന്നും ചെയ്തില്ല കേട്ടോ. നമ്മള് വീടിന്റെ അടുത്തുള്ള അമ്പലത്തിൽ പോകുമ്പോൾ ഫോണൊന്നും കൊണ്ടുപോകത്തില്ല. പിന്നെ പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ഡേ കാണിക്കാനാണ് ഞാൻ വിചാരിച്ചേക്കുന്നത്. എല്ലാം ഒന്നും കാണിക്കാൻ പറ്റത്തില്ലെങ്കിലും കുറച്ചൊക്കെ കാണിക്കാം. പിന്നെ ഞാൻ ഇന്നൊന്ന് പുറത്ത് പോകുന്ന എൻ്റെ ഫ്രണ്ടും ഞാനും കൂടി അതും കൂടി കാണിക്കാം. അങ്ങനെ അല്ലറ ചില്ലറ കാര്യങ്ങളാണ്. അപ്പം ഇപ്പം സമയം ഏതാണ്ട് 7 മണിയൊക്കെ കഴിഞ്ഞ് എനിക്ക് കുളിച്ച് അമ്പലത്തിൽ പോകണം. ഞാൻ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകത്തില്ല. ഇങ്ങനെ 1-ാം തീയതിയിലൊക്കെയാണ് പോകുന്നത്. പ്രത്യേകിച്ച് ഇന്ന് ചിങ്ങം 1 ആയതുകൊണ്ട് എന്തായാലും അമ്പലത്തിൽ പോകണം. അങ്ങനെയല്ല, ഞാൻ പോവും. അതുകൊണ്ട് അങ്ങനെ ഇപ്പൊ കുളിക്കട്ടെ. ഭയങ്കര മഴ. എനിക്കാണെങ്കിൽ ഒന്നാമതേ കുളിക്കുന്ന ഇഷ്ടമല്ല, മഴയാകുമ്പോൾ തീരെ ഇഷ്ടമല്ല. പക്ഷെ അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് എന്തായാലും കുളിക്കണം. ഇന്ന് മഴ വേണ്ടായിരുന്നു. അമ്മയൊക്കെ അമ്പലത്തിൽ പോകാൻ ഒരുങ്ങി. ഞാൻ അതിലായിട്ടും കുളിച്ചില്ല. മഴയാകുമ്പോൾ ഭയങ്കര മടിയാ. സാധാരണ ചിങ്ങമാസത്തിൽ മഴ പെയ്യുമോ? കർക്കിടകത്തിലല്ലേ മഴ പെയ്യുന്നേ? അങ്ങനെ അമ്പലത്തിൽ പോയിട്ട് വന്നു. ഞാൻ പോയപ്പോൾ എന്തായാലും മഴയില്ലായിരുന്നു. ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട്, അവളും ഉണ്ടായിരുന്നു അമ്പലത്തിൽ. ഇനിയിപ്പം തൊണ്ട അടിച്ചു. ഇപ്പം ചായ കുടിക്കണം. ദോശയും ചട്നിയായിരുന്നു, അത് കഴിക്കണം. ഇപ്പം മഴ ചെറുതായിട്ടൊന്ന് തോന്നുന്നു. ഇപ്പം ചെറിയൊരു വെയിലൊക്കെ വരുന്നു. പറയാൻ പറ്റില്ല, കുറച്ച് മുമ്പ് വീണ്ടും മഴയാവും. ഏതു ദോശ തന്നെയാണോ? ദോശ തന്നെയാണോ? ഏതു ഹായ് ഹായ്. മേമേ പോയിട്ട് വരുമ്പോ എന്തോ കൊണ്ടുവരണം? എന്ത് വേണ്ടേ? ഏത് തോക്കോ? കളിപ്പാട്ടോ? പക്ഷെ കൊണ്ടുപോകാൻ പറ്റത്തില്ല അല്ലേ? അപ്പൊ എന്താ വേണ്ടതെന്ന് പറ. കുതിരയോ? കുതിരയെങ്കിൽ കുതിര നോക്കട്ടെ. മേമ അവിടെ കുതിര ഉണ്ടോന്ന് വിളിച്ചു ചോദിക്കട്ടെ. ഉണ്ടെങ്കിൽ വാങ്ങിച്ചോണ്ട് വരാം. സമൂസ വേണോ? സമൂസ കൊണ്ടുവരണോ? കൊണ്ടുവരാം. പിസ ഇല്ല, സമൂസ കൊണ്ടുവരാം കേട്ടോ. ഓക്കേ. മേമ പോകുമ്പോ കരയത്തൊന്നും ഇല്ലല്ലോ? മേമയുടെ ഒരു ഫ്രണ്ടും ഇങ്ങോട്ട് വരും കേട്ടോ. അഞ്ചു. അഞ്ചു ഇങ്ങോട്ട് വരണോ? അവള് വേണ്ടല്ലേ? എന്നൊരു കാര്യം ചെയ്യാം, മേമ കൊണ്ടുവരാതെ നോക്കാം കേട്ടോ. ഓക്കേ. കുറച്ച് കഴിയുമ്പോഴേ പോകത്തുള്ളൂ. അഞ്ചു വിളിക്കുമ്പോഴേ പോകത്തുള്ളൂ. ഇപ്പോഴേ പോകത്തില്ല. ഏതു മേമയാണെങ്കിലേ മണ്ണ് വരുന്ന എന്തുവാ? JCBയോ? വാങ്ങിത്തരാം. അതുകൊണ്ട് മേമ ഒരു കാര്യം പറയട്ടെ. അല്ല, വാങ്ങിച്ചുതരാം. ഗൈസ്, ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഒരു ഷോപ്പിങ്ങിന് പോകും. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, എന്റെ ഫ്രണ്ട് വിളിക്കും. അപ്പൊ അവൾ അങ്ങോട്ട് വരും. അപ്പോഴത്തേക്കും പോവും കേട്ടോ. കേത് വരുവോ? വേണ്ട. മേമയുടെ ഫ്രണ്ട് വരും ഇവിടെ, അഞ്ചു.
മംഗളത്തിൽ ദീപാരാധന അല്ല ദീപാരാധന പ്രാർത്ഥിക്കും. കേതു പറ. ലൈക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ ഓ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് എവിടുന്ന് പഠിച്ചത്? ചിഞ്ചാന്റെ ചാനലുണ്ടോ? ഓ അയ്യോ മനസ്സിലായി, ഇപ്പഴാ മനസ്സിലായത്. മേമ കാണിക്കൊണ്ട് കാണിക്കറിയാവോ? മേമ കാണിക്കുന്നോട്ട് കാണിക്കും, മേമ കാണിക്കുന്നോട്ട് കാണിക്കും. ഇങ്ങനെ കാണിക്ക്, ഇങ്ങനെ കാണിക്കോ? ദേഷിക്ക്, ചിരിക്ക്, കരയ്. ഇനി ഇനി മിണ്ടാതിരിക്ക്, പിണങ്ങിയിരിക്ക്. ടാറ്റാ. പാമ്പ് തുപ്പല് തെറിച്ച്. ഇനി ഞാൻ ഒരുങ്ങി, അവള് വിളിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഒരുങ്ങണം. ഇപ്പഴേ പോണ്ട. ഇപ്പഴേ പോകത്തില്ല ഗൈസ്, ഞാൻ ഇപ്പഴേ പോകത്തില്ല അല്ലേ. കേതുവിന് പോയിട്ട് വരുമ്പോ എന്തൊക്കെയാ കൊണ്ടുവരുന്നേ? എനിക്ക് വേണം, പക്ഷേ ബർഗറും വാങ്ങിച്ചു തരണോ? ഓക്കെ. വീഴല്ലേ. പോവാൻ റെഡിയായി. കുറച്ച് മുന്നേ അവളെന്നെ വിളിച്ചായിരുന്നു. ഞാൻ പോയിട്ട് വേഗം വരാം കേട്ടോ. അത് മേമയുടെ കയ്യിലിടുന്ന സാധനം. അങ്ങനെ ഞങ്ങൾ നേരെ ഭരണിക്കാവിലെത്തി. അവളും ഉണ്ടായിരുന്ന കൂടെ. ഫസ്റ്റ് പോയത് സിറ്റി വെഡ്ഡിങ്ങിലാണ്. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ അവൾക്ക് അങ്ങോട്ട് ഉദ്ദേശിച്ച സാധനം അങ്ങോട്ട് കിട്ടിയില്ല. ഞങ്ങൾ അവിടെ കയറിയപ്പോഴാണെങ്കിൽ ഞങ്ങൾക്ക് ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല. അവിടെ അത്രയും ഷാളുണ്ടായിട്ടും ഇവക്ക് അങ്ങോട്ട് പിടിക്കില്ല. ഒന്നാത്തരം ഇല്ലായിരുന്നു, ഒരുപാടുണ്ട്, പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ച് കിട്ടിയില്ല. അതൊരു തുടക്കം മാത്രമായിരുന്നു. പിന്നെ അങ്ങോട്ട് കടകളോട് കടകൾ. ഓരോ കടയിൽ കയറും ഇറങ്ങും. പിന്നെ നല്ലപോലെക്ക് മടിയും. അങ്ങനെ ഏതാണ്ട് വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സാധനം കിട്ടിയത്. പിന്നെ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോഴാണെങ്കിൽ ഞങ്ങൾക്ക് പോകാനുള്ള ബസ്സും ഇല്ല. 5 മണി എൻ്റെ വീട്ടിലോട്ടാണ് വരുന്നത്. അവൾക്ക് തയ്ക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ അവൾ അങ്ങോട്ട് വന്നു. അങ്ങനെ ബസ് കിട്ടി. പിന്നെ ബസ്സിൽ കയറി അങ്ങനെ വീട്ടിലെത്തി. ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ഇവളാണെങ്കിൽ ഇവളെന്റെ ഓരോന്ന് നോക്കുക. അടിച്ചോണ്ട് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തരത്തില്ല. അത് ക്ലേ കൊണ്ടുണ്ടാക്കിയതാ ചന്ദന. ഇത് അത് ഗുരുവായൂർ പോയപ്പോ വാങ്ങിച്ചതാ. ഭക്തിമാർഗം ഉണ്ട് തുറന്നു കഴിഞ്ഞാ. അണ്ടിപ്പരിപ്പല്ല, കപ്പലുണ്ട് ആണ്. ഞാനൊന്നും ഉപയോഗിക്കത്തില്ല. ഇതുണ്ടോ? അത് മറ്റേ അല്ല, ഉള്ളിയുടെ ഇലയില്ലേ അത്. ഇത് മൊത്തത്തിൽ ഉള്ളിയാ. ആണോ? വെള്ള കളർ ഉള്ളി ആണോ? പിന്നെ ഓറഞ്ച് ഉണ്ട്. പിന്നെ അമ്മ ഞങ്ങൾക്കാണെങ്കിൽ ചോറ് വിളമ്പി വെച്ച് ഞങ്ങളത് കഴിച്ച്. അപ്പോഴത്തേക്കും എൻ്റെ ചേച്ചിയുടെ മോൻ വന്ന്. മഞ്ജു വേണോ? ആ കവർ 5 ചെരുപ്പാ. കൊള്ളാവോ? കൊള്ളാമോ? ഇത് കൊള്ളാവോ? ചെരുപ്പ് കൊള്ളാവോ നോക്കേ. എടുത്തു നോക്ക്. ചെരുപ്പ് കൊള്ളാവോ നോക്ക്. അതല്ല ഇത്, അത് തന്നെ എടുത്തു നോക്കിക്കോ. ഓടി അവിടെ നിന്ന്. ഡേയ്, ഞാനാ വാങ്ങി തന്നെ. കത്തിയോളം കുത്തുവന്നാ പറഞ്ഞിട്ട് പോയപ്പം. ഇല്ലാത്ത മനുഷ്യൻ
SM-ന്റെ പരസ്യമാണെന്ന് തോന്നുന്നു. എനിക്കല്ലേ വൈകുന്നേരമായി. പിന്നെ ചായയും കുഴലപ്പവും കൂടെ കുറച്ച് ചിരികളും. അഞ്ചു പോയി. ഇനി എനിക്കാണെങ്കിൽ ഒരു വൈകുന്നേരം ഒരു റിസപ്ഷൻ ഉണ്ട്, അതിന് പോകണം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി പോയിന്ന് മേലൊക്കെ കഴുകി ഇനി അടുത്തതിന് പോകാൻ റെഡി ആവട്ടെ. അങ്ങനെ റിസപ്ഷന് പോകാൻ റെഡിയായി. ഞാൻ പെട്ടെന്ന് ഒരുങ്ങി, കാരണം ഫേസ് വാഷ് ഒന്നും ഇട്ടില്ല, കണ്ണെഴുതി അതേപോലെ കൊണ്ട്, പിന്നെ ലിപ്സ്റ്റിക് ഒന്ന് മാറ്റി. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിലാണ് പോയത്. അവിടെ ചെന്നപ്പോഴെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഫുഡൊന്നും കഴിക്കുന്ന എടുത്തില്ല കേട്ടോ. പിന്നെ അവർ ഭയങ്കര ഡാൻസ് ആയിരുന്നു എല്ലാവരും. അങ്ങനെ ഗൈസ് പോയി വന്നു. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്നതിന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.